പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, ഉറവിടങ്ങളിലേക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷ വചന പഠനത്തിലാണ് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 15 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. ഇന്ന് നമുക്ക് 16-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ കാണാനായിട്ട് പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഈശോ ശിഷ്യന്മാരോട് പല കാര്യങ്ങൾ പറഞ്ഞു. ഇനി കർത്താവ് ആ സംഭാഷണത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. 16 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ പരസ്പരം പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്നും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നുവെന്നും അവൻ നമ്മോട് പറയുന്നതിൻ്റെ അർത്ഥമെന്താണ്? അവർ തുടർന്നു, അല്പസമയം എന്നതുകൊണ്ട് അവൻ എന്താണ് അർത്ഥമാക്കുന്നത്? അവൻ പറയുന്നത് എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. ഇക്കാര്യം അവർ തന്നോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു പറഞ്ഞു, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും എന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം ചോദിക്കുന്നുവോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഈ ഭാഗത്തിൻ്റെ തലക്കെട്ട് ദുഃഖം സന്തോഷമായി മാറും എന്നതാണ്. ദുഃഖം അപ്പസ്തോലന്മാർ അനുഭവിക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? യേശു അവരിൽ നിന്ന് ശാരീരികമായി മാറ്റപ്പെടുകയാണ് എന്ന് ഈശോ അവരോട് അല്പസമയം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. അതാണ് അവരെ വളരെയധികം മാനസിക വ്യഥയുള്ളവരാക്കി മാറ്റുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ ശാരീരികമായി നിങ്ങളുടെ അടുത്ത് നിന്ന് മാറ്റപ്പെട്ടാലും അല്പസമയത്തേക്ക് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടായാലും അല്പസമയം കഴിയുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും. അല്പസമയം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. കാണുകയില്ല എന്ന് പറയുമ്പോൾ നിശ്ചയമായും ഈശോയുടെ ശാരീരിക മരണമാണ് അത് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം. അല്പസമയം കൂടെ കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പിന്നെ കാണും. എങ്ങനെയാണ് കാണുന്നത്? ഒന്ന്, ഈശോ ഉയർത്തെഴുന്നേൽക്കും, ഉത്ഥിതനായ യേശുവിനെ അവർ കാണും. രണ്ടാമത്തേത്, ഉത്ഥിതനായ ഈശോ പരിശുദ്ധാത്മാവിനെ അവരുടെ മേൽ വർഷിക്കും. പരിശുദ്ധാത്മാവ് അവരോട് കൂടെ വസിക്കും, അവരുടെ ഉള്ളിലും വസിക്കും. ഈശോ തൻ്റെ ആത്മാവായി അവരുടെ കൂടെ ജീവിക്കും. അപ്പോൾ ഇത് ഈശോ അവരോട് പറയുകയാണ്, നിങ്ങൾ വീണ്ടും എന്നെ കാണും. അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. അപ്പം ഈ കാര്യം അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എപ്പോഴും നമ്മൾ ഓർക്കണം, ദൈവികമായ രഹസ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് മനുഷ്യൻ്റെ സ്വാഭാവിക ബുദ്ധിക്ക് പലപ്പോഴും കഴിയണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ എപ്പോഴും ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ എനിക്ക് തരണമേ എന്ന് ഈശോയോട് എപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ദൈവികമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി മുഴുവൻ കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും എന്ന് ദൈവത്തിൻ്റെ വചനം യെശയ്യായിലൂടെ അരുളി ചെയ്തിട്ടുണ്ട്. സോളമൻ പറയുന്നുണ്ട്, ഞാൻ
ചോദിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് ജ്ഞാന ചൈതന്യം ലഭിച്ചു. നമുക്ക് ദൈവികമായ ജ്ഞാനം, ദൈവം തരുന്ന ജ്ഞാനം കിട്ടുന്നില്ലെങ്കിൽ ദൈവിക രഹസ്യങ്ങളെ, ആ ദൈവം അതിന് കൊടുത്തിരിക്കുന്ന വില, ആ മൂല്യമനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇന്ന് ഈ ദൈവികമായ കാര്യങ്ങളെയെല്ലാം പൊതുവെ പുച്ഛിച്ചും അവജ്ഞയോടെയും സംസാരിച്ച് തരം താണതും വില കുറഞ്ഞതുമായി അവതരിപ്പിക്കുന്ന ഒരു ലോകാരൂപി സജീവമാണ്. അത് മനുഷ്യൻ്റെ അനുദിന സംഭാഷണത്തിലാണെങ്കിലും അതുപോലെ തന്നെ മനുഷ്യൻ്റെ സോഷ്യൽ മീഡിയ ജീവിതത്തിലാണെങ്കിലും ഒരു മനുഷ്യൻ എപ്പോഴും ദൈവികമായ കാര്യങ്ങളെ പുച്ഛിച്ച് സംസാരിക്കുന്ന പ്രബോധനങ്ങൾ, നരേറ്റീവുകൾ, സ്റ്റോറി, അത് ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു ഭയാനകമായ സത്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവികമായ ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയപ്പെട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് സുവിശേഷത്തിൽ ഈശോ പറയുന്ന ഒരു കാര്യത്തിൻ്റെയും ഗൗരവമോ മൂല്യമോ അതിനുവേണ്ടി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയോ തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ശിഷ്യന്മാർ നമ്മുടെ അതേ അവസ്ഥയിലാണ്. അവർ ഇത് മനസ്സിലാക്കാൻ കഴിയാതെ വിഷമിക്കുകയാണ്. അപ്പോൾ കർത്താവ് അവർക്കത് വിശദീകരിച്ച് കൊടുക്കുകയാണ്. വാക്യം 20 മുതൽ, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിതരാകും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഇത് ഈശോയുടെ കുരിശുമരണത്തിൽ സംഭവിക്കുന്നതാണ്. ലോകം സന്തോഷിക്കും. സ്ത്രീക്ക് പ്രസവ വേദന ആരംഭിക്കുമ്പോൾ അവരുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. എല്ലാ സഹനങ്ങളും നമുക്ക് പുതിയൊരു പ്രകാശത്തിൽ കാണാൻ നമ്മെ സഹായിക്കുന്ന മനോഹരമായ ഒരു ആശയമാണിത്. നമ്മൾ ഓർക്കണം, നമ്മളെ നമ്മളാക്കിയത് നമ്മുടെ വിജയങ്ങളല്ല, പരാജയങ്ങളാണ്. നമ്മുടെ സന്തോഷങ്ങളല്ല, സങ്കടങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവന്നതും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ദൈവികമായ ആ അംശങ്ങളെ രൂപപ്പെടുത്താൻ സഹായിച്ചതുമെല്ലാം നമ്മുടെ വേദനകളാണ് എന്ന് നമുക്കറിയാം. സത്യത്തിൽ വേദനയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ ദൈവത്തിലേക്ക് നോക്കാൻ പഠിച്ചത്, ദൈവം പറഞ്ഞ കാര്യങ്ങളുടെ വില തിരിച്ചറിഞ്ഞത്, തിരുവചനത്തിലെ സാരാംശങ്ങൾ മനസ്സിലായത്, പൊരുളുകൾ വെളിപ്പെട്ട് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഒരു വേദനയും നിങ്ങൾ ഒരു ഭാരമായി കാണാതിരിക്കാൻ ജീവിതത്തിൽ ഒരു പരിശീലനം ആർജിച്ചെടുക്കണം. വേദനകൾ വരുമ്പോൾ നമ്മൾ ആ നിമിഷങ്ങളിൽ ഇങ്ങനെ ചിന്തിക്കണം, ഈ വേദന എനിക്ക് സ്ത്രീക്കൊരു പ്രസവ വേദന പോലെയാണ്. ഈ വേദനയ്ക്കൊടുവിൽ പാൽപുഞ്ചിരി വിതറുന്ന ഒരു കുഞ്ഞിൻ്റെ മനോഹരമായ മുഖം ഞാൻ കാണും. ക്രിസ്തു നമ്മളിൽ രൂപപ്പെടുന്നതിന് നമ്മൾ കടന്നു പോകുന്ന ഈറ്റുനോവുകളാണ്. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോ കാണുന്ന കണ്ണിലൂടെ വേദനകളെ കാണണം. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു വേദനയിലൂടെ ചിലപ്പോൾ കടന്നു പോവുകയാവും. കാരണം ദൈവവചനം എപ്പോഴും അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു വചനത്തിലെ ഒരു ആശയം വിശദീകരിക്കുമ്പോൾ ആ ആശയത്തോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സമാനമായ ഒരു ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ അത് കേൾക്കുന്നതും അതവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതുമൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുകയാണ്, ഇന്ന് നിങ്ങളുടെ മനസ്സിനെ ഒരു വേദന അലട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ കർത്താവ് പറയുകയാണ്, അല്പസമയം കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്കത്, ഈ ദുഃഖം സന്തോഷമായി മാറും. ഈ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റുന്ന ഒരു സാരാംശത്തിൻ്റെയും പൊരുളിൻ്റെയും പേരാണ് യേശു. ക്രിസ്തുവിലാണ് നമ്മുടെ സഹനങ്ങൾ മധുരമുള്ളതായി മാറുന്നത്. ക്രിസ്തുവിനോട് ചേർന്നും ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിലും സഹിക്കുമ്പോഴാണ് സഹനങ്ങളുടെ മാധുര്യം നമ്മൾ തിരിച്ചറിയുന്നത്. അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ്, എന്നാൽ ഞാൻ നിങ്ങളെ വീണ്ടും കാണും. നോക്കുക, എത്ര വലിയ
ആശ്വാസം തരുന്നൊരു വാക്കാണത്. ഞാൻ നിങ്ങളെ വീണ്ടും കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയില്ല. ഇതാണ് ആ വ്യത്യാസം. ഭൂമി തരുന്ന എല്ലാ സന്തോഷങ്ങളുടെയും പ്രത്യേകത അത് ഭൂമിക്ക് തിരിച്ചെടുക്കാൻ കഴിയും എന്നതാണ്. നമുക്ക് എന്ത് സന്തോഷം തരുന്ന കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്ക്. ഉദാഹരണത്തിന് കുട്ടികളൊക്കെ പരീക്ഷ എഴുതുന്ന ഒരു സമയമല്ലേ. എത്രമാത്രമാണ് മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളുടെ ഈ പരീക്ഷയെക്കുറിച്ച് ആകുലപ്പെടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരമ്മ ഒരപ്പൻ കുട്ടികൾ പരീക്ഷയ്ക്ക് അനുഭവിക്കുന്നതിനേക്കാളും ഉത്കണ്ഠയും വേവും വേദനയും തിന്നിട്ടുണ്ടാവും. പക്ഷേ ഈ കുട്ടികൾ കുറേ കാലം കഴിയുമ്പോൾ ഈ അപ്പനോ അമ്മയോ സഹിച്ചതോ എടുത്തതോ ആയ സങ്കടങ്ങളൊന്നും അതിൻ്റെ ഗൗരവമൊന്നും ആഴമൊന്നും അറിയാതെ വളർന്നു വരികയും അവർ ജീവിതത്തിൻ്റെ അവർ നടക്കേണ്ട വഴികളിലൂടെ ഉഷ്ണപാതകളിലൂടെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ മാതാപിതാക്കന്മാർ കുറേ കഴിയുമ്പോൾ ഒരു പരിധി വരെ അവരുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ എഡ്ജ് ചെയ്ത് തള്ളി 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 നീക്കി ആ വരമ്പുകളിലേക്ക്, ആ അരികുകളിലേക്ക് നീക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ ഒന്നോർത്തേ. ഈ പരീക്ഷയുടെ കാലത്ത് മാതാപിതാക്കന്മാർ കടന്നുപോയ സങ്കടങ്ങളൊക്കെ ആരെങ്കിലും കുട്ടികളൊക്കെ പിന്നീട് ഓർക്കുന്നുണ്ടാവുമോ? അവരതിൻ്റെ വിലയൊക്കെ തിരിച്ചറിയുന്നുണ്ടാവുമോ? അപ്പോൾ അപ്പനും അമ്മയും അറിയണം, നമ്മൾ ഇന്ന് മക്കൾക്ക് വേണ്ടി സഹിക്കുമ്പോഴൊക്കെ ഈ സഹനങ്ങളൊക്കെ, ഈ വേദനകളൊക്കെ നാളെ അവർ തിരിച്ചറിയണമെന്നില്ല. ഞാൻ പറയാൻ വന്ന ഇതാണ്. കുട്ടികളിപ്പോൾ ഈ എഴുതുന്ന പരീക്ഷയിൽ ജയിച്ചു. അപ്പോൾ അപ്പനും അമ്മയ്ക്ക് ഉണ്ടായ ആ സന്തോഷം നാളെ ഒരു കാലത്ത് ഈ മക്കൾ നിങ്ങളെ തള്ളിക്കളയുമ്പോൾ ഇല്ലാതാവില്ലേ? സമ്പത്ത്, പൈസ, പണം കുറേ ഉണ്ടാവുമ്പോൾ നമ്മൾ അനുഭവിച്ചൊരു സന്തോഷം, ഈ പണം നമുക്ക് ഒന്നിനും ഉപയോഗമില്ലാത്തൊരു സമയം വരുമ്പോൾ, പണം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സമയം വരുമ്പോൾ ആ സന്തോഷം പോയില്ലേ? ആരോഗ്യം, ഒരു രോഗം വരുമ്പോൾ പോവില്ലേ? മാനം, പേര്, സൽപ്പേര്, ഒരപമാനം വരുമ്പോൾ പോവില്ലേ? ഭൂമി വെച്ച് നീട്ടിയ എല്ലാ സന്തോഷങ്ങളുടെയും പൊതുവായ പ്രത്യേകത ഭൂമി അത് തിരിച്ചെടുക്കും എന്നതാണ്. എന്നാൽ ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് വാങ്ങാവുന്നതും ഒരിക്കലും തിരിച്ചു കൊടുക്കേണ്ടാത്തതുമായ ഭൂമിക്കോ കാലത്തിനോ ദുഃഖങ്ങൾക്കോ ശത്രുക്കൾക്കോ പിശാചിന് പോലുമോ തിരിച്ചെടുക്കാൻ സാധിക്കാത്ത ഈ ഭൂമിയിൽ വെച്ച് വാങ്ങാൻ കഴിയുന്ന ആ ഏക സന്തോഷത്തിൻ്റെ പേരാണ് ക്രിസ്തു. അതാ പറയുകയാണ്, ഈ സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആരും തിരിച്ചെടുക്കുകയില്ല. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ഇതൊക്കെ ഒത്തിരി ഒത്തിരി ശരിക്കും മുട്ടുകുത്തി നിന്നൊക്കെ വായിച്ച് ധ്യാനിക്കേണ്ട വചനങ്ങളാണ്. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. ഇങ്ങനൊരു തലമുണ്ട് ജീവിതത്തിൽ. ഭൂമിയിലെ ഒരാവശ്യങ്ങളും നിങ്ങൾ ഈശോയോട് ചോദിക്കാത്ത ഒരു തലമുണ്ട്. അതെന്തെന്നറിയാമോ? ക്രിസ്തു നിങ്ങളുടെ ആനന്ദമായി കഴിഞ്ഞാൽ, ക്രിസ്തുവിന് ഉപരി ഒന്നും നിങ്ങളെ സന്തോഷിപ്പിക്കാതെ വന്നാൽ, പിന്നെ ഭൂമിയിലെ ആവശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്രയ്ക്ക് വിലയില്ലാത്തതായിട്ട് മാറും. പിന്നെ അതൊക്കെ നിങ്ങൾ ക്രിസ്തുവിനോട് ചോദിക്കണ്ടെന്ന് കരുതുന്ന ഒരു കാലം വരും. അന്ന് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, ക്രിസ്തു ഉണ്ടായാൽ മതി, യേശു കൂടെ മതി, യേശുവിൻ്റെ സാന്നിധ്യം മതി, യേശുവിൻ്റെ സ്നേഹം മതി, യേശുവിൻ്റെ ആത്മാവ് മതി, യേശുവിൻ്റെ അമ്മ മതി, യേശുവിൻ്റെ ശരീരം മതി, യേശുവിൻ്റെ പിതാവ് ആബ മതി, യേശു തരുന്ന ആനന്ദം മതി. അതിനപ്പുറത്ത് ക്രിസ്തുവിൽ കുറഞ്ഞതൊന്നും ആവശ്യമില്ല എന്നൊരു മനുഷ്യാത്മാവ് നിശ്ചയിക്കുന്ന ഒരു കാലം വന്നു കഴിയുമ്പോൾ പിന്നെ ഈ ഭൗതിക കാര്യങ്ങളൊന്നും ആരും ചോദിക്കാത്ത ഒരു സമയമുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം അത് സ്വീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ നിശ്ചയമായിട്ട് നിങ്ങളോട് പറയുകയാണ്, അങ്ങനെ ഒരു തലമുണ്ട്. ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നും നിങ്ങൾ ക്രിസ്തുവിനെ തിരയാത്ത, ഭൂമിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നും നിങ്ങൾ ക്രിസ്തുവിനെ അന്വേഷിക്കാത്ത ഒരു തലം. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല.
ചോദിച്ചിട്ടുണ്ട്. ക്രിസ്തുവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയും നാൾ നമ്മൾ ചോദിച്ച കാര്യങ്ങളെക്കുറിച്ചല്ല. ജീവിതത്തിലെ ഒരുപാട് ഉയർന്ന കാര്യങ്ങൾ നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഒരു കൺവെൻഷന് പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതിയിടാൻ പറഞ്ഞാൽ ആ ബക്കറ്റിൽ, ആ പാത്രത്തിൽ വന്ന് വീഴുന്ന പ്രാർത്ഥനാ നിയോഗങ്ങളിൽ 99.9% ഈ ഭൂമിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിരിക്കും. ഇത്ര തുലവും കുറവായിരിക്കും. അതിനപ്പുറത്തുള്ള വില കൂടിയ കാര്യങ്ങൾ മനുഷ്യൻ ചോദിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ എടുത്തേ. ഒരു ദിവസം 24 മണിക്കൂറിൽ ക്രിസ്തുവിൻ്റെ അടുത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചോദിക്കുന്നത്? നിങ്ങളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് എന്തൊക്കെയാണ്? ആ ഒരൊറ്റ ചോദ്യം മതി ഒരാളുടെ ആത്മീയത അളക്കാൻ. ഒരാൾ എത്രത്തോളം ക്രിസ്തുവിൽ പരിപൂർണത പ്രാപിക്കുന്ന പാതയിലാണ് എന്ന് തിരിച്ചറിയാൻ സത്യത്തിൽ ഈ ഒരൊറ്റ ചോദ്യം മതി. നിങ്ങൾ എന്താണ് ക്രിസ്തുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞു ഒന്നും ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ വില കുറഞ്ഞതൊന്നും നിങ്ങൾ ചോദിക്കാത്ത ഒരു കാലം വരും. പിന്നെ പറയുന്നു എൻ്റെ നാമത്തിൽ നിങ്ങളൊന്നും ചോദിച്ചിട്ടില്ലെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിച്ചിട്ടില്ലെന്ന്. അങ്ങനെ നിങ്ങൾ എന്ത് ചോദിച്ചാലും പിതാവ് നിങ്ങൾക്ക് തരുമെന്ന്. നമുക്ക് ക്രിസ്തുവിനോട് സത്യത്തിൽ ചോദിക്കേണ്ട ഒറ്റ ചോദ്യമുള്ളൂ. തരണമേ എന്ന് പറഞ്ഞ് അപേക്ഷിക്കേണ്ട ഒരു കാര്യമുള്ളൂ. ഒന്ന്, എന്നെ നിന്നെപ്പോലെ ആക്കണേ. കർത്താവേ, എന്നെ നിന്നെപ്പോലെ, യേശുവെ എന്നെ യേശുവിനെ പോലെ ആക്കണേ. ഇതൊക്കെ നമ്മൾ ചോദിച്ചിട്ടില്ല. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ചോദിക്കാനാണ് ഇവിടെ വിവക്ഷ. ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. വാക്യം 25 16-25. അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. അതായത് കുറെ കൂടി ജീവിത നിലവാരം, ആത്മീയ നിലവാരം ഉയർന്നു കഴിയുമ്പോൾ പിന്നീട് ഉപമകളില്ലാതാവും. നേരിട്ട് സംസാരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നില്ല. കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. അതായത് ഈ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പിന്നീട് നമ്മൾ കാണും, പിതാവ് എങ്ങനെയാണോ പുത്രനെ സ്നേഹിച്ചത് അങ്ങനെ തന്നെയാണ് പിതാവ് ഡാനിയേലിനെ സ്നേഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈശോ പറയുകയാണ്, ഞാൻ പിതാവിനോട് ചോദിക്കാം എന്ന് ഇപ്പോൾ പറയുന്നില്ല. പകരം പിതാവ് തന്നെ നിങ്ങളെ എന്നെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ പക്കലേക്ക് പോകുന്നു. അവൻ്റെ ശിഷ്യന്മാർ പറഞ്ഞു, ഇപ്പോൾ ഇതാ നീ സ്പഷ്ടമായി സംസാരിക്കുന്നു, ഉപമയൊന്നും പറയുന്നുമില്ല. നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. നീ ദൈവത്തിൽ നിന്ന് വന്ന് ഇതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശു ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വാക്യം 32. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നിങ്ങൾ 16-ാം അധ്യായം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചെങ്കിൽ 16-ാം അധ്യായത്തിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട പ്രബോധനം ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്, ഈശോ ശിഷ്യന്മാരോട് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് ഇനി അവർക്ക് വരാൻ പോകുന്ന ഞെരുക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. സഹനങ്ങളിലും ഞെരുക്കങ്ങളിലും എങ്ങനെ പിടിച്ചു നിൽക്കണം എന്നതിൻ്റെ ഒരു മറുമരുന്നായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ഈശോ വാഗ്ദാനം ചെയ്യുന്നത്. ഇവിടെ 16-ാം അധ്യായം അവസാനിക്കുമ്പോഴും അതുതന്നെയാണ് പറയുന്നത്. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് ലോകത്തിൽ ഞെരുക്കമുണ്ടാവും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 16-ാം അധ്യായം ഇങ്ങനെ അവസാനിക്കുകയാണ്. അതായത് ഇത് ലളിതമായ കാര്യങ്ങളാണ്. നമുക്ക് ജീവിതത്തിന് വളരെ സഹായകരമായ, നമ്മുടെ വേദനകളിൽ നമ്മളെ
പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന വചനങ്ങളാണ് ഈ അധ്യായത്തിൽ ഉള്ളത്. ഒറ്റ കാര്യം മാത്രം ഒരു പഠന സംബന്ധമായി അറിഞ്ഞാൽ മതി. അതായത് പരിശുദ്ധാത്മാവിനെ ഈശോ വാഗ്ദാനം ചെയ്യുന്നത് നമുക്ക് വരാൻ പോകുന്ന ഞെരുക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. നമുക്ക് ധൈര്യമായിരിക്കാൻ, നമുക്ക് വിശ്വാസത്തിൽ ധീരമായി മുന്നോട്ട് പോകാൻ, നമ്മൾ സഹനങ്ങളിൽ പതറാതിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നിൽ നിറയണമേ എന്ന ആ ലളിതമായ പ്രാർത്ഥന ജീവിതത്തിൽ ഓർക്കുമ്പോഴെല്ലാം ചൊല്ലി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തത് 17-ാം അധ്യായം ഈശോയുടെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും യേശുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും എല്ലാം പ്രാർത്ഥിക്കുന്ന മനോഹരമായൊരു അധ്യായമാണ്. നിങ്ങൾ കൂടുതൽ കൃപയിൽ ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.